ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു റീനീസ് വേൾഡ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഫാബ്രിക് കോട്ടൻ്റെ ഒരു റെഡ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. 2.5 മീറ്ററാണ് ഇത് വരുന്നത്. ഈ ഒരു മോഡൽ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു നെക്ക് അതേപോലെ തന്നെ ആ ഒരു സ്ലീവ് ആ ഒരു പാറ്റേണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു പോകാം കേട്ടോ. അതേപോലെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇതേപോലത്തെ ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫാബ്രിക് ഇതാണ്, 2.5 മീറ്റർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 2.5 മീറ്ററിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അതേപോലെ തന്നെ കട്ടിയുള്ളൊരു ക്ലോത്താണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ഇടാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു പോകുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ലെങ്ത്ത് ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. നമുക്കൊരു 45 ഇഞ്ചൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി പാർട്ടും പ്ലീറ്റ്സ് ഇടുന്നത് രണ്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബോഡി പാർട്ടിൽ നമ്മൾ 15 എടുത്താൽ ബാക്കി എത്രയാണോ നമുക്ക് 45ലേക്ക് വേണ്ടത് ആ ഒരു ബാക്കി പോർഷൻ 1 ഇഞ്ച് നമ്മൾ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ ബാക്കി എത്രയാണോ വരുന്നത് അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ ലെങ്ത്തും കാര്യങ്ങളും നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിപ്പോൾ 15 ഇഞ്ചിൽ നമ്മൾ ബോഡി പാർട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് അതേപോലെ തന്നെ നമ്മുടെ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ A ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ആം ഹോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ ചെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 9 ഇഞ്ച് 9.5 ഇഞ്ച് അല്ലെങ്കിൽ 10 ഇഞ്ചാണ് നമ്മൾ ഏകദേശം കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ലെങ്ത്ത് എന്ന് പറയുന്നത് നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 3ഉം ലെങ്ത്ത് നമ്മൾ 4ഉം കൊടുത്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ അവിടെ നമ്മൾ 9.5 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഷേപ്പ് 15 ഇഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് 9.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 15 ഇഞ്ചാണ് നമ്മൾ ആ ഒരു ക്ലോത്ത് ബോഡി പാർട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു ബോഡി പാർട്ടിൽ നമുക്ക് മെഷർ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറയാൻ. പിന്നെ നമ്മുടെ സ്ലോപ്പ് നമ്മൾ ഒരു 1/2 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ സ്ലോപ്പ് നമ്മുടെ നെക്കിൻ്റെ അവിടെ നിന്ന് ഇതേപോലെ സ്ലോപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി നമുക്ക് കുറച്ച് കയറ്റിയിട്ട് വേണമെങ്കിൽ വെട്ടാം. അത് ഞാനിത് കട്ട് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇതിന് മുന്നേ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാതെ നമുക്ക് ചെയ്തെന്ന് വെച്ചാൽ പെർഫെക്ഷന് കുറവൊന്നുമില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നെക്കിൻ്റെ 3 ഇഞ്ച് 3.5 ഇഞ്ച് നമ്മൾ വിഡ്ത്തും കൊടുത്തു, 4 ഇഞ്ച് നമ്മൾ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടില്ല. അത് നമുക്ക് ക്യാൻവാസ് വെച്ചിട്ട് വേണം ചെയ്യാൻ. അത്യാവശ്യം നല്ല പെർഫെക്ഷനോട് കൂടി ആ ഒരു നെക്ക് ആ ഒരു സ്റ്റൈലിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസ് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ബാക്കി വരുന്ന ഒരു പോർഷനാണ് നമ്മുടെ ഈ ഒരു ക്ലോത്താണ് നമുക്ക് ബാക്കിയായിട്ട് വരുന്നത്. ആ ബാക്കി വരുന്നത് നമ്മളിതാ 13 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ടോട്ടൽ ഒരു 45 ആണെന്നുണ്ടെങ്കിൽ 15 ഇഞ്ച് നമ്മൾ അവിടെ കൊടുത്തു. പിന്നെ 1 ഇഞ്ചൊക്കെ നമുക്ക് അടിക്കാനും കാര്യങ്ങളുള്ളതും കൂടി വിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ സ്ലീവ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലീവിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടാൽ ഇതിന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമായിട്ട് ആ ഒരു സ്ലീവിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പോയി കാണും. ജസ്റ്റ് ഞാൻ ലിങ്ക് എവിടെയെങ്കിലും ഷെയർ ആക്കാം കേട്ടോ. ഇതാണ് നമ്മൾ സ്ലീവ് നോർമലി നമ്മൾ സ്ലീവ് ചെയ്യുന്ന അതേപോലെ തന്നെ സ്ലീവ് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഈ ഒരു ഷേപ്പ് ആയിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു സ്ലീവിന് ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ സ്ലീവ് എങ്ങനെയാണോ ചെയ്യുന്നത് ആ സ്ലീവ് അതേപോലെ വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ എത്രയാണ് നമ്മൾ ഞാനിവിടെ 8 ഇഞ്ചാണ് മുകളിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഇഞ്ച് മുകളിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഷേപ്പിൽ അങ്ങനെ വരച്ച് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടോ. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ആ 2 താഴത്തേക്ക് വരുന്ന പ്ലീറ്റ്സ് ഇല്ലേ, അതിന് ഞാൻ ജസ്റ്റ് നമ്മൾ ഒരു സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ആ നൂല് വലിക്കുന്ന സമയത്ത് ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സും കാര്യങ്ങളും നമുക്ക് കിട്ടും. അത് രണ്ടാമത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോഡി പാർട്ടിലേക്ക് അത് അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. നല്ല വശം ചേർത്തിട്ട് നമുക്ക് ബോഡി പാർട്ടിലേക്ക് 2 സൈഡും അറ്റാച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് എന്താ പറയുക, നമ്മൾ സ്റ്റിച്ചിങ്ങിലൊക്കെ കുറച്ച് എളുപ്പപ്പണി പെട്ടെന്ന് പണി ചെയ്യാന്നുള്ള രീതി നോക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വേഗം ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ആ ഒരു നൂല് വലിക്കുന്ന പരിപാടി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്താൽ പിന്നെ നമുക്ക് നെക്കും അതേപോലെ തന്നെ സ്ലീവ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ നെക്കിന് ഇതാ നമ്മളെ ക്യാൻവാസിൽ ഈ ഒരു ഷേപ്പിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ക്ലോത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്ലീവിൻ്റെ അളവെടുത്തില്ല, അല്ലെങ്കിൽ സ്ലീവ് നമ്മൾ എവിടെയാണോ വരച്ചത് അവിടെ വരെ ഇതേപോലെ നമ്മളിങ്ങനെ 1 ഇഞ്ചിൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ആ 2 സൈഡിലും പ്ലീറ്റ്സ് വരുമ്പോൾ അതാണ് നമുക്ക് പഫായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്ലീവായിട്ട് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന മെത്തേഡാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നത്.